അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളങ്കിയും കൊണ്ടുള്ള ഒഴിച്ചുകറി കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം മുള്ളങ്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 2 മുള്ളങ്കി ആട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ 2 അതല്ല ചെറുതാണെങ്കിൽ 3 എടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണയിൽ നമ്മൾ ആദ്യം പകുതി വേവിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് കട്ട് ചെയ്യുക. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാവുന്നതാട്ടോ. അങ്ങനെ ഇപ്പോൾ നമുക്കിത് പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. തീ വളരെ കുറച്ചിട്ടാട്ടോ ഇത് വേവിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലെണ്ണയിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ നല്ലെണ്ണ, അതല്ല സാദാ ഓയിലാണെങ്കിൽ സാദാ ഓയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ഉലുവ, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉലുവ ഒരു ബ്രൗൺ കളറായിട്ട് വരണം, അതുവരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോവാതിരിക്കാൻ. തീ കുറച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ, അല്ലെങ്കിൽ ചിലപ്പോൾ തീ കൂടിപ്പോയാൽ കരിയാൻ സാധ്യതയുണ്ട്. ഉലുവ കരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കയ്പ്പ് വരും, അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് സബോള കേട്ടോ. ഞാൻ സബോള 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 2 സബോള മിക്സിയിൽ ചതച്ചിട്ടോ. ഒന്ന് നമ്മുടെ കറി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സബോള ചതച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സബോളയുടെ ഒരു പച്ചമണം പോയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 4 വെളുത്തുള്ളിയും അതുപോലെ 1 ഇഞ്ച് വലിപ്പമുള്ള 2 ഇഞ്ചി കഷ്ണം കേട്ടോ ചേർത്തിക്കുന്നത്. നന്നായി അരയണമെന്നൊന്നുമില്ല, ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ കറക്കിയെടുത്താൽ മതി കേട്ടോ ഇത് മിക്സിയിൽ. അപ്പോൾ ഇതൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഒരു തക്കാളിയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞാലുള്ളൂ നമുക്ക് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുക. അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടയണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ പൊടികളുടെ ഒന്നിങ്ങനെ പച്ചമണമൊക്കെ പോട്ടെ, എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പൊടികളും ഈ തക്കാളി, ഉള്ളി ഇവയൊന്ന് സെറ്റ് ആവണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമുക്ക് പകുതി വേവിലല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ആദ്യം നമ്മൾ മുള്ളങ്കി ഒന്ന് പകുതി വേവിച്ചെടുത്തത് കൊണ്ടാണ് കേട്ടോ വളരെ കുറച്ച് വെള്ളം മതി പറഞ്ഞത്. ഇനി തീയൊന്ന് അല്പം ചെറുതായിട്ട്, ഒരുപാട് കൂട്ടണ്ട, കുറച്ച് തീ കൂട്ടി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുള്ളങ്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മുള്ളങ്കി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസ് പുതിയതായിട്ടുള്ള വീഡിയോ ഇടുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പറയണത്. ഇനി നമുക്കിതൊന്ന് 2-3 മിനിറ്റ് വരെ വെക്കാം കേട്ടോ. എന്നിട്ട് 2-3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ. കണ്ടോ, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിവെള്ളം എന്ന് പറയുന്നത് ഒരുപാട് പുളി വേണ്ട, നമ്മൾ തക്കാളി ഇട്ടതുകൊണ്ട് ഇതിൽ ഓൾറെഡി പുളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലൊരു പുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അത് പുളി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പുളി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് വീണ്ടും കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി തീ ഒന്ന് ഫുൾ ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ.
ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുളി വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് എന്താ വെച്ചാൽ ആ പുളി വേവാണ്ട് വെന്ത് കഴിഞ്ഞാലുള്ള ആ പുളിയുടെ ഒരു ടേസ്റ്റ് വരിക. ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യുക, കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ കറി വെച്ചതുകൊണ്ട് മുള്ളങ്കിക്ക് പ്രത്യേകിച്ച് മറ്റേ ആ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം അതൊക്കെ പോയിട്ടുണ്ടാവും. ഇങ്ങനെ കറി വെച്ച് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.